മനുഷ്യൻ എങ്ങനെ പരിണമിച്ചു? മനുഷ്യ പരിണാമം പഠിച്ചാലോ? മനുഷ്യർ കുരങ്ങുകളിൽ നിന്ന് ഉണ്ടായവരല്ല, മറിച്ച് നമുക്കൊരു പൊതുവായ പൂർവികൻ, കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഏകദേശം 70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ വെച്ചാണ് ഈ പരിണാമം തുടങ്ങിയത്. ഇതിൽ ചിമ്പാൻസികളോടാണ് മനുഷ്യർക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. നാച്ചുറൽ സെലക്ഷൻ വഴി ആ കോമൺ ആൻസസ്റ്റർ 2 വിഭാഗങ്ങളായി പിരിഞ്ഞു. ഇതിൽ പുൽമേടുകൾ കഴിഞ്ഞവർ മനുഷ്യരായും വനങ്ങളിൽ തുടർന്നവർ ചിമ്പാൻസികളായും പരിണമിച്ചു. ആധുനിക മനുഷ്യർ ഏകദേശം 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അവിടെ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയ ഇവർ ഏഷ്യയിലെയും യൂറോപ്പിലെയും മറ്റു സ്പീഷീസുകളെ തോൽപ്പിച്ച് സ്ഥാനം പിടിച്ചു. ഏതാണ്ട് 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ മഹാപ്രയാണം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘട്ടമാണ്. ഇന്നത്തെ മനുഷ്യൻ ആഫ്രിക്കയിലുണ്ടായി എന്ന് എങ്ങനെ മനസ്സിലായി? ഏകദേശം 2 ലക്ഷം വർഷം പഴക്കമുള്ള ഏറ്റവും പഴയ മനുഷ്യ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. ആഫ്രിക്കയിൽ നിന്ന് ദൂരേക്ക് പോകുന്തോറും ഫോസിലുകളുടെ പഴക്കം കുറഞ്ഞു വരുന്നു. ആഫ്രിക്കയിൽ ഫോം ചെയ്തുകൊണ്ട് തന്നെ അവിടെ ചേഞ്ച് വരാനുള്ള കൂടുതൽ സമയം ലഭിച്ചു. ആധുനിക മനുഷ്യൻ ആഫ്രിക്കയിൽ ഉത്ഭവിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. നമ്മുടെ മൈറ്റോകോൺട്രിയൽ DNA അമ്മമാരിൽ നിന്നാണ് ലഭിക്കുന്നത്. കാരണം ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള DNA ഒഴിച്ച് ബാക്കി എല്ലാ സെൽ ഓർഗനൽസും ഓവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിലെ മാറ്റങ്ങൾ പഠിച്ചപ്പോൾ ആഫ്രിക്കൻ ജനതയിലാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യം കണ്ടെത്തിയത്. ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയ ചെറിയ വിഭാഗങ്ങളിൽ ഈ വൈവിധ്യം കുറവായിരുന്നു. മനുഷ്യൻ ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത് എന്നതിൻ്റെ ശക്തമായ ജനറ്റിക് പ്രൂഫാണിത്. മൈറ്റോകോൺട്രിയൽ DNA പോലെ തന്നെ Y ക്രോമസോം പഠനങ്ങളും ആഫ്രിക്കൻ ഉത്ഭവത്തെ ശരിവെക്കുവാണ്. പിതാവിൽ നിന്ന് ലഭിക്കുന്ന ഈ ക്രോമസോമിലെ, അതായത് Y ക്രോമസോമിലെ ജനറ്റിക് വേരിയേഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഫ്രിക്കൻ ജനതയിലാണ്. ആഫ്രിക്കയിൽ നിന്ന് അകലുന്നതനുസരിച്ച് ഈ വേരിയേഷൻ കുറഞ്ഞു വരുന്നത് മനുഷ്യൻ അവിടെ നിന്ന് കുടിയേറിയവരാണെന്ന് ഉറപ്പിക്കുന്നു. നിയാൻഡർതാൽ, ക്രോ-മഗ്നൻ തുടങ്ങിയ വിഭാഗങ്ങളുമായി ഹോമോസാപ്പിയൻസ് നേരിയ തോതിൽ ഇന്റർബ്രീഡിംഗ് നടത്തിയിരുന്നതായി ജനറ്റിക് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നു. എങ്കിലും ആധുനിക മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു മറ്റ് വർഗ്ഗങ്ങളെ ഓവർബ്രീഡ് ചെയ്തു എന്ന വാദത്തെയാണ് തെളിവുകൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരേ സമയം മനുഷ്യൻ പരിണമിച്ചു എന്നതിനേക്കാൾ ആഫ്രിക്കൻ ഒറിജിൻ തിയറിക്കാണ് ഇന്ന് പ്രസക്തിയുള്ളത്. ഈ ഷോർട്ട് വീഡിയോയുടെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.